ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുകയാണ്. രണ്ടാം ഘട്ട പര്യടനമാണ്. അങ്ങനെ തലസ്ഥാനത്തെ ഇളക്കി മറിക്കുമെന്ന അവകാശവാദമൊക്കെ തന്നെ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അത്ഭുതം കാട്ടുമോ ഇത്തവണ NDA? BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂട്ടിച്ചു, അതായത് നിയമം പൂട്ടിച്ചു. ഇത്തവണ എന്ത് അത്ഭുതമായിരിക്കാം NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്? അവസാന ലാപ്പിലാണ്, ടോപ്പ് ഗിയറിലേക്ക് ഈ പ്രചാരണം എത്തുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ശ്രീ റെജി ലൂക്കോസ്? കേരളത്തിലെ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചും കപട രാഷ്ട്രീയവും വ്യാജവാദങ്ങളുമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ചതിച്ച ഈ 2 മുന്നണികൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധിയെടുക്കും. ഇവിടെ പ്രസക്തമായൊരു കാര്യം, ഇവിടെ MA നിഷാദ് തുടക്കത്തിലെ വർഗീയതയെ കുറിച്ച് 4 തവണ വാക്ക് ഉപയോഗിച്ചു. എത്ര ലജ്ജാകരമാണ്. STP എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 20 വയസ്സുള്ള SFI പ്രവർത്തകൻ മഹാരാഷ്ട്ര കോളേജിൽ അങ്ങ് മൂന്നാർ മട്ടവടയിലെ അങ്ങ് മലപ്രദേശത്ത് നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടിയെ കുത്തിക്കൊന്നതാരാണ്? ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന STPയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 8 വർഷങ്ങൾക്ക് ശേഷം 2 പേര് കീഴടങ്ങുകയല്ലേ. ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ഇന്നിപ്പോ പരസ്യ ബാന്ധവത്തിലാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി, CPM സംസ്ഥാന സെക്രട്ടറി ആ വാക്ക് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവരോട് ചോദിക്കാൻ പറയുക. അപ്പൊ ഇവർക്ക് എന്തുവാകാം? മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ആരംഭിച്ചു വെച്ചപ്പോ ആ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെട്ടത് എഴുന്നേറ്റ് പോയി. എന്നാൽ തങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ള ചങ്കൂറ്റ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഉണ്ടായിട്ടില്ല. ഇത്രയ്ക്ക് നഗ്നമായ രീതിയിൽ വർഗീയത വിളംബരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട്. പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം അനൗൺസ്മെന്റ് എന്താണ്? ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മാതൃകയായിട്ട് നിൽക്കേണ്ട LDF കൺവീനറുടെ നിയോജകമണ്ഡലത്തിൽ പരസ്യമായിട്ട് പ്രചരണം നടത്തുന്നുണ്ട് ജീപ്പിൽ. അതിന്റെ ഓഡിയോ ക്ലിപ്പിംഗ്സും അതിന്റെ വിഷ്വൽസും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് പറയാ ഞാനിത് അറിഞ്ഞില്ല, എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷനിൽ. ഇന്നിപ്പോ സമ്മതിച്ചു. MLA പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉളിപ്പില്ലാതെ അങ്ങനെ തങ്ങളെ അറിഞ്ഞില്ല എന്ന് പറയുക. ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി, ആരാണ് ജമാഅത്തെ ഇസ്ലാമി? മൗദൂദി എന്ന് പറയുന്ന 100 വർഷങ്ങൾക്ക് മുമ്പ് മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഫണ്ടമെന്റൽ പോളിസി എന്താണ്? ജനാധിപത്യത്തിൽ തങ്ങൾ വിശ്വസിക്കുന്നില്ല, മതരാഷ്ട്രവാദം തങ്ങൾക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേശവിരുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ളവരായിട്ട് കൈകോർത്തുകൊണ്ട് കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന ഇവരുടെ കാപട്യം രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ ഓരോ ഘട്ടത്തിലും കേരളത്തിലെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുകയാണ് BJP പിണറായി വിജയന്റെ B ടീമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്? ട്രംപ് മോദിയെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് ആ രീതിയിലാണ് ആരെയാണ് പിണറായി വിജയനെ നരേന്ദ്രമോദി നിയന്ത്രിക്കുന്നത് എന്ന് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം അങ്ങനെ അടിവരയിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കിയതിൽ അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ? ഞാൻ ചോദിക്കുന്ന കാര്യം, തൃപ്പൂണിത്തറ പോലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ അവിടെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി, മാത്രമല്ല ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2020 സ്ഥാനാർത്ഥിയോട്, റാന്നിയുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ ഒരു ജനങ്ങൾക്ക് സംശയിക്കുന്ന രീതിയിലേക്ക് BJPയും CPMും ഇനി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം നിങ്ങൾക്ക് കോൺഗ്രസിനെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കിയെന്ന ആപ്തവാക്യമാണ്, ഒരു ശപഥം ചെയ്തൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ശത്രുവിൻ്റെ ശത്രു മിത്രമായി തോന്നിയാൽ അത്ഭുതപ്പെടാനില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ? അല്ല പ്രതീക്ഷ, അത് രാഷ്ട്രീയ കോമഡിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇവർ 2 കൂട്ടരും പറഞ്ഞത് ഞങ്ങളുമായിട്ട് 2 കൂട്ടർക്കും ഡീലുണ്ടെന്ന് പറയട്ടെ. അതായത് ഇവർ BJP ദേശീയ ജനാധിപത്യ ഐക്യത്തിനെയും ഇവർ ഭയക്കുന്നു. ദേശീയതയ്ക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദേശീയതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരുമായിട്ട് കൈകോർത്തിട്ട് ഇവര് പറയാണ് ഞങ്ങൾ അവരുമായിട്ട് കൂട്ടുകെട്ടാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് 12ഓളം ഘടകകക്ഷികളുണ്ട്. ഏതെങ്കിലും ഒരു വിഘടനബാധ മാനസികാവസ്ഥയുള്ള വർഗീയവാദികളായിട്ടുള്ളവരായിട്ട് ഞങ്ങൾ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ 2020 കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കേണ്ട, ഒരു പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുകയെന്ന് ഉറപ്പുള്ള CPIക്ക് ഇവർ 24 സീറ്റ് കൊടുത്തില്ലേ? ഇവർ കൊടുത്തില്ലേ? മറ്റേ ജോസഫ് ഗ്രൂപ്പിന് പെയ്ഡായിട്ട് 3 സീറ്റ്, ബാക്കി 5 സീറ്റ് വേറെ കൊടുത്തു. ടോട്ടൽ 8 സീറ്റ് കൊടുത്തില്ലേ? കുട്ടനാടും തിരുവല്ലയും കോതമംഗലം പെയ്ഡാണെന്ന് പറഞ്ഞാരാ? കോൺഗ്രസ്സുകാർ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. കോടികൾ മേടിച്ചോണ്ട് സീറ്റ് കൊടുത്ത ലജ്ജയില്ലാത്തവരെങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? ആരാ നിങ്ങളോട് പറഞ്ഞ 2020 ജനകീയ അടിത്തറയില്ലെന്നുള്ളവരോ? 2020 മുന്നോട്ട് വെക്കുന്ന വികസന കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങള് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അതിന്റെ പേരിൽ ഇവരെങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്? അങ്ങനെയാണെന്നുള്ള തൃപ്പൂണിത്തുറ ഇവരൊക്കെ ജയിച്ചു കാണിക്കാവോ? ഒരു ആദ്യം വെല്ലുവിളിക്കട്ടെ. തൃപ്പൂണിത്തുറയിലെ ഈ CPM സ്ഥാനാർത്ഥി ആരാ? വൈപ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് അവിടുത്തെ എല്ലാവിധ ജനങ്ങളുമായിട്ട് വെറുപ്പിൽ വിഭാഗത്തിൽ വന്നൊരു സ്ഥാനാർത്ഥിയെ അവിടെ രക്ഷയില്ലാത്തതിന്റെ പേരിൽ P രാജീവിന്റെ അജണ്ടയിൽ തൃപ്പൂണിത്തുറ കെട്ടിയിറക്കിയിരിക്കുക. അപ്പൊ തൃപ്പൂണിത്തുറക്കാർക്ക് ആരെയും ഏത് വ്യക്തിയെ ചുമക്കാനുള്ള ഭാരമാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ജനങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ലേ?
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ, ഇങ്ങനെയുള്ള വർഗീയപരമായിട്ടും കണ്ട വിവാദ നായകന്മാരെയൊക്കെ അവതരിപ്പിച്ച് കൊള്ളാവുന്ന യുവജനങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്ന ഈ CPM മുന്നണിയാണ് ജനങ്ങളെ ഇവിടെ എഴുതിത്തുള്ളത്. ഞാൻ ഒരു കാര്യം പ്രജസ്വലിയുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ 11 ദിവസമായിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങളുടെ മാധ്യമങ്ങൾ നേരിടുകയാണോ? അതേ ഏതെല്ലാം രീതിയിലാണ് പ്രതികരിക്കുന്നത്? തന്റെ സാമ്രാജ്യം, തന്റെ ഏകാധിപത്യം തനിക്ക് നഷ്ടപ്പെടുമെന്നും ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഭയം കൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ ആ ദാർഷ്ട്യവും നീ പോയി വീട്ടിൽ പോയി ചോദിക്കണ, അല്ലെങ്കിൽ പിന്നെ ഇത് മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോക്ക് മാധ്യമപ്രവർത്തകരെ വരെ പുച്ഛിക്കുന്നത്, ദേശാഭിമാനിയുടെ കൈനിടെ മാത്രം ചോദ്യങ്ങൾക്ക് എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് മറ്റുള്ള മാധ്യമങ്ങളെ അപമാനിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്, പിന്നെ തിരിച്ചു വന്ന് ന്യായീകരണം പറയുന്നതൊക്കെ എത്ര ലജ്ജാകരമാ. ഇനി ഞങ്ങളുമായിട്ട് എന്ത് ഡീലെന്ന് അവർ പറഞ്ഞേ? ബഹുമാനപ്പെട്ട രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ശബരിമല ശ്രീ അയ്യപ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ശബരിമല ധർമ്മശാസ്താവിന്റെ സകലതും കൊള്ളയടിച്ച ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരും, CBI ഏൽപ്പിക്കും. ശബരിമല അയ്യപ്പന്റെ ആഗോള പ്രശസ്തിക്ക് വേണ്ടി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനെ കൈയിട്ട് വാരി കട്ടവർ, ലജ്ജയില്ലാതെ കട്ടവർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തർക്കരിക്കുന്ന പിന്നെ പ്രിയങ്ക ഗാന്ധിയോട് നാവെടുത്താൽ 40 തൊട്ട് പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് യോഗ്യതയുണ്ട്? പ്രിയങ്ക ഗാന്ധിയുടെ ഹസ്ബൻഡ് ആരാണ്? റോബർട്ട് വധേര. 176 കോടി രൂപ ആ മനുഷ്യനിൽ നിന്ന് പിടിച്ചെടുത്ത് എന്തിന്റെ പേരില? അദ്ദേഹം ഒരു നോട്ടപ്പുള്ളിയല്ലേ, ജാമ്യത്തിലല്ലേ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ കള്ളപ്പണത്തിന് 600 കോടിയോളം രൂപ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്നും കോടതിയുടെ ജാമ്യത്തിലല്ലേ പുറത്തിറങ്ങി നടക്കുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകരെ കുറിച്ചോ BJPയുടെ ഒരു സഖ്യകക്ഷിയെ കുറിച്ച് ഇങ്ങനെ ആരോപണമുണ്ടോ? അതാണ് പറയുന്നത്. വികസനത്തിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ പരസ്പരം രാഷ്ട്രീയം മാത്രം ഇവിടെയാണ് പച്ചപ്പ്. ആർക്ക് കൊടുത്താൽ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്? ശ്രീ MA നിഷാദിലേക്ക് അടക്കം വരാം.